നിബന്ധനകളുണ്ട് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്നതനുസരിച്ച്. അതല്ലാതെ ഒരെടുത്തുചാട്ടത്തിനോ വികാരത്തിനോ സാമുദായികമായ സ്പിരിറ്റിനോ വേണ്ടി നടത്തുന്ന പോരാട്ടത്തിലുള്ള മരണത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അത് ജാഹിലിയത്തിന്റെ മരണമാണ് എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഖുർആനും സുന്നത്തും പഠിച്ച ഒരാൾ സ്വർഗത്തിന് വേണ്ടി വെറുതെ മരിക്കാൻ നിൽക്കില്ല, മറിച്ച് സ്വർഗത്തിന് വേണ്ടി ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാനേ നിൽക്കുള്ളൂ. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുമ്പോൾ മരണം അനിവാര്യമായി വരുമെങ്കിൽ ആ മരണത്തെയും സ്വീകരിക്കുവാൻ അവന് യാതൊരു വൈമനസ്യവും ഉണ്ടാകില്ല എന്ന് മാത്രം. ഇനി മരണം സ്വർഗത്തിലേക്കുള്ള ക്ഷണം, ഖുർആൻ മരണം വഴി സ്വർഗം ലഭിക്കുമെന്ന് ഖുർആൻ പറയുന്നത് കൊണ്ട് ഭീകരവാദം വളരുന്നു എന്ന് പലപ്പോഴും അരുൺ ഷൂരിയെ പോലെയുള്ള എഴുത്തുകാരും അതേപോലെയുള്ള ചില സാമൂഹ്യ വിമർശകരും സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം അതിനപ്പുറത്താണ്. യഥാർത്ഥത്തിൽ ഒരു മരണത്തെ സ്വർഗവുമായി ബന്ധപ്പെടുത്താത്ത വേദഗ്രന്ഥങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. അരുൺ ഷൂരി തന്നെ ഏറ്റവും അധികം പ്രശംസിക്കുകയും അദ്ദേഹത്തിന്റെ വേദമായി അദ്ദേഹം തന്നെ പറയുകയും ചെയ്യുന്ന ഭഗവത്ഗീത 2-ാം അധ്യായത്തിലെ 37-ാമത്തെ വചനത്തിൽ ഗീത പറയുന്നത്, അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്നത്, ഹദോവ പ്രാപ്സസി സ്വർഗം ജിതോവ ബോക്ഷ്യസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയാന്നാണ്. അഥവാ നീ ഈ യുദ്ധത്തിൽ മരണപ്പെട്ടാൽ ഉടലോടുകൂടി സ്വർഗത്തിൽ പോകും, ജയിച്ചാലോ നിനക്ക് രാജ്യാധികാരം ലഭിക്കും. അതുകൊണ്ട് കൗന്ദേയ, അർജുന, നീ യുദ്ധം ചെയ്യുക എന്നത് നിർബന്ധമാണ് എന്നാണ്. ഇപ്പൊ യുദ്ധം ചെയ്യൽ നിർബന്ധമാണ്. യുദ്ധത്തിൽ ജയിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് പറയുന്നത് ശ്രീകൃഷ്ണനാണ്. ഞാൻ പറയുന്നത് അതുകൊണ്ട് ആണ് ഹിന്ദു വർഗീയത ഉണ്ടാകുന്നതെന്നോ ഹിന്ദു തീവ്രവാദം അതിൽ നിന്നുണ്ടാകുന്നതാണ് എന്നോ ഉള്ള വാദം നമുക്കില്ല. യഥാർത്ഥത്തിൽ അതിന് വേറെ സാമൂഹികമായ കാരണങ്ങളുണ്ട്. ഇതേപോലെ തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ ആരെങ്കിലും ഭീകരവാദവും തീവ്രവാദവും കളിക്കുന്നുണ്ടെങ്കിൽ അതിന് രാഷ്ട്രീയമായ സാമൂഹ്യമായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ കണ്ടെത്തുകയും അതിന് വേണ്ട ചികിത്സ നൽകുകയും ചെയ്യുകയാണ് വേണ്ടത്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അവിടെ സ്ത്രീകളുടെ ഭാഗത്ത് ചോദ്യമുണ്ടെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മൈക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ ബുദ്ധിമുട്ടുണ്ടാണെന്ന്. അതുകൊണ്ട് സ്ത്രീകളുടെ ഭാഗത്ത് ചോദിക്കാം. യെസ്, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് തസ്നീം. എൻ്റെ ചോദ്യം, അങ്ങേയറ്റം പരിരക്ഷിക്കുന്നതാണ് വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളെന്ന് നാം കൃത്യമായി ബോധ്യപ്പെടുത്തുമ്പോഴും വിശുദ്ധ ഖുർആന് ഒരു സ്ത്രീപക്ഷ പുനർവായന അനിവാര്യമാണെന്ന വാദം ലോകാടിസ്ഥാനത്തിൽ തന്നെ എല്ലാ സമൂഹങ്ങളിൽ നിന്നും അതിശക്തമായി ഉയർന്നു വരാൻ എന്താണ് കാരണം? അസ്സലാമു അലൈക്കും. ഖുർആൻ സ്ത്രീയെ പരിരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഖുർആനിന് ഒരു സ്ത്രീപക്ഷ വായന വേണം എന്ന് ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് ഒരു ആവശ്യം ഉയർന്നു വരാനുള്ള കാരണം എന്താണെന്നാണ്. കാരണം വേറൊന്നുമല്ല, ഖുർആനിൽ നിന്ന് പെണ്ണുങ്ങളെ അകറ്റാൻ വേണ്ടിയാണ്. അതെന്താ അങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ പറഞ്ഞു ഖുർആനെ പൊളിക്കാൻ സാധ്യമല്ല എന്ന് കണ്ടാൽ പിന്നെ ഹദീസിനെ പിടിക്കുക. അതും കഴിയാതെ വരുമ്പോൾ ഖുർആനും ഹദീസും ഒന്നും കുഴപ്പമില്ല, പക്ഷേ അതിലെ നിയമങ്ങൾ പിൽക്കാലഘട്ടത്തിൽ പുരുഷാധിപത്യപരമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില ആധിപത്യപരമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് നമ്മുടേതായ വ്യാഖ്യാനം കൊടുക്കാം എന്നുള്ള തലത്തിലേക്ക് എത്തുക. എന്തായിരുന്നാലും ഇസ്ലാമിൽ നിന്ന് ആളുകളെ പുറത്തെത്തിക്കുക എന്ന ദൗത്യവുമായി നടക്കുന്ന കുറേ സാമൂഹ്യ ജീവികളുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ ഒരുപാട് പതിറ്റാണ്ടുകളായി പാശ്ചാത്യൻ മീഡിയ സാമ്രാജ്യത്വത്തിന്റെ മെഗാഫോൺ, ആ പാശ്ചാത്യൻ മീഡിയ അതിശക്തമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഖുർആൻ സ്ത്രീവിരുദ്ധമാണ്, ഖുർആൻ സ്ത്രീവിരുദ്ധമാണ് അല്ലേ? വ്യാപകമാണ് പ്രചാരണം അല്ലെ? ഖുർആനെ കുറിച്ച്, പെണ്ണിനെ കുറിച്ച്, ഇസ്ലാം സമൂഹത്തിലെ പെണ്ണിനെ കുറിച്ച് പറയുമ്പോൾ ആ കരയാത്ത മീഡിയകളില്ല. പർദ്ദയുടെ അടിമത്തത്തിനകത്ത് കിടന്ന് ശ്വാസം മുട്ടി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം പെണ്ണിനെ മോചിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കാത്ത ആളുകളില്ല, സാമൂഹ്യ നവോത്ഥാനക്കാന്മാരില്ല.
ഖുർആനിൽ പെണ്ണിനെ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നും ഖുർആനിലെ പെണ്ണ് അടിമയാണെന്നും പെണ്ണിനെ എപ്പോഴും അടിക്കാൻ പരിശുദ്ധ ഖുർആനിൽ ഖുർആനിലെ പെണ്ണെന്ന് പറഞ്ഞാൽ അവൾ കൃഷിയിടത്തിനെ പോലെ ചവിട്ടി മതിക്കാനുള്ളതാണ് എന്നും ഖുർആനിലെ പെണ്ണിനെ എപ്പോഴും ഒഴിവാക്കാമെന്നും ഖുർആനിലെ പെണ്ണിന് ഒരു അവകാശങ്ങളുമില്ല എന്നും ഖുർആനിലെ പെണ്ണെന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു അടിമ മാത്രമാണെന്നും അത് പുരുഷന്റെ ഒരു കാമവൃത്തിക്ക് വേണ്ടിയുള്ള ഒരു ജന്തു മാത്രമാണെന്നും അവൾക്ക് ഒരർത്ഥത്തിലുമുള്ള സ്വാതന്ത്ര്യമില്ല എന്നുമുള്ള വാദങ്ങൾ കഴിഞ്ഞ ഒരുപാട് പതിറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത്ഭുതകരമായ കാര്യം, ഈ വാദങ്ങളും ഖുർആനിനെ സ്ത്രീ വിരുദ്ധമാണ് എന്നുള്ള ആരോപണവും വ്യാപകമായി നടക്കുമ്പോൾ തന്നെ ലോകത്ത് ഇസ്ലാം സ്വീകരിക്കുന്ന പെണ്ണുങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ അടുത്ത് പുറത്തിറങ്ങിയ ഒരു പുസ്തകമുണ്ട്, വുമൺ എംബ്രേസിംഗ് ഇസ്ലാം എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഒരു സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റായ ന്യൂക്കർക്കാണ് ആ ബുക്ക് എഴുതിയിട്ടുള്ളത്, മുസ്ലിം അല്ല. ആ പുസ്തകത്തിന്റെ ആമുഖത്തിൽ അവർ പറയുന്നത് യൂറോപ്പിൽ ഇസ്ലാം സ്വീകരിക്കുന്ന 5 പേരിൽ 4 സ്ത്രീകളാണ്. അവരെന്നിട്ട് ആമുഖത്തിൽ ഇങ്ങനെ പറയാണ്, പാശ്ചാത്യ മീഡിയയും നമ്മുടെ എല്ലാ സംവിധാനങ്ങളും ഇസ്ലാമും ഖുർആനും സ്ത്രീവിരുദ്ധമാണ് എന്ന് ആണയിട്ട് പഠിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചിട്ടും സ്വാതന്ത്ര്യത്തിൻ്റെത് എന്ന് നമ്മൾ പറയുന്ന തുറന്ന അവസ്ഥയിൽ നിന്ന് പാരതന്ത്ര്യത്തിൻ്റെത് എന്ന് നമ്മൾ പറഞ്ഞ അടച്ച പർദ്ദയുടെ അവസ്ഥയിലേക്ക് കൂടുമാറുന്ന പെണ്ണുങ്ങളുടെ എണ്ണം കൂടി വരുന്നു എന്നത് അത്ഭുതകരമായ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആരംഭിക്കുന്നത്. ഇത് സത്യം. ഖുർആനിനെതിരെ വിമർശനങ്ങൾ വരുമ്പോൾ ആ വിമർശനങ്ങളെക്കുറിച്ച് പഠിക്കാൻ സന്നദ്ധമാകുന്ന ആളുകളിൽ ചിലർ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യത്തിലും സമാധാനത്തിലും എത്തിച്ചേരുന്നു എന്നതാണ് സത്യം. ഫ്രം മൈ സിസ്റ്റേഴ്സ് ലിപ്സ് എന്ന പുസ്തകം എഴുതിയ നായ്മ ബി റോബർട്ട്, അവര് തൻ്റെ പുസ്തകത്തിൽ ഇസ്ലാം സ്വീകരിച്ച തൻ്റെ ചരിത്രം പറയുമ്പോൾ, തൻ്റെ സഹോദരിമാരുടെ ഇസ്ലാം സ്വീകരിച്ച ചരിത്രം പറയുമ്പോൾ, തന്നെ പോലെ തന്നെ അമുസ്ലിം സമൂഹത്തിൽ ജനിച്ച് ജീവിച്ച് വളർന്ന ആളുകൾ അതിനുശേഷം ഇസ്ലാം സ്വീകരിച്ച ആളുകളുടെ ചരിത്രം പറയുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്. അത് വേറൊന്നുമല്ല, ഞങ്ങൾ മുൻപ് ജീൻസും ടോപ്പും ധരിച്ച് ചെവിട്ടിനകത്ത് ഇയർഫോണും വെച്ച് ആരോ പാടിയ പാട്ടിനനുസരിച്ച് റോട്ടിലൂടെ ആടി നടക്കുമ്പോൾ ഞങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുന്ന കറുത്ത സത്വങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയിരുന്നു ഇത് എന്തൊരു ജന്തുക്കളാണ്, ഇവരനുഭവിക്കുന്ന അടിമത്വം എത്ര ഭീകരമാണ് എന്ന്. എന്നാൽ ആ കറുപ്പിനുള്ളിലേക്ക് വന്ന് അതിനകത്തുള്ള സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും അനുഭവിച്ചറിയുമ്പോൾ ആ ജീൻസിൻ്റെയും ടോപ്പിൻ്റെയും പാരതന്ത്ര്യം എത്രത്തോളം ഭീകരമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്കൊരിക്കലും അനുഭവിക്കുവാനിട വന്നിട്ടില്ലാത്ത ഞങ്ങളുടെ ആസ്വാദനത്തെ അവരുമായി പങ്കുവെക്കുവാനാണ് ഭർത്താവും മക്കളും ഒത്തുള്ള ജീവിതത്തിനിടയിലുള്ള തിരക്ക് പിടിച്ച നിമിഷങ്ങൾക്കകത്തും ഇത്തരം ഒരു പുസ്തകം എഴുതാൻ എന്നെ പ്രചോദിപ്പിക്കുന്നത് എന്നാണ്. ചുരുക്കത്തിൽ ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളും എതിർപ്പുകളും എല്ലാം ഇസ്ലാമിനെ പഠിക്കാനും ഇസ്ലാമിൽ എത്തിച്ചേരാനും പെണ്ണുങ്ങളെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴും അവിടെ ഇസ്ലാമിലെത്തിയാലും അവർ മുസ്ലിമായി കൂടാ എന്ന വാശിയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക്. അവർ പിന്നെ പറയുക, നിങ്ങൾ ആകർഷിച്ചിട്ടുള്ള ഖുർആനല്ലേ, ആ ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതല്ലേ, ആ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയ ഖുർആൻ. പക്ഷേ മുഹമ്മദ് നബി നല്ല ഒരു സ്ത്രീപക്ഷവാദിയായിരുന്നു, അദ്ദേഹം നല്ല രീതിയിൽ ഖുർആൻ പഠിപ്പിച്ചു. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ അത് പുരുഷാധിപത്യപരമായി, അതുകൊണ്ട് സ്ത്രീവിരുദ്ധമായ ആശയങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഖുർആനിൻ്റെ പുതിയ നമുക്ക് നമ്മുടെ വ്യാഖ്യാനങ്ങൾ ചമയാം, നമുക്ക് നമ്മുടെ സ്ത്രീപക്ഷ വ്യാഖ്യാനമാകാം എന്നാണ് അവരുടെ വാദം. ഇതുവഴി എന്താ സംഭവിക്കുക? സ്വാഭാവികമായും പരിശുദ്ധ ഖുർആന്റെ ആശയങ്ങളിൽ നിന്ന് ഓരോരുത്തർക്കും തോന്നിയ രൂപത്തിൽ വ്യാഖ്യാനിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഖുർആന് സ്ത്രീപക്ഷ വ്യാഖ്യാനം, ഖുർആന് പുരുഷപക്ഷ വ്യാഖ്യാനം, ഖുർആന് നപുംസകപക്ഷ വ്യാഖ്യാനം, അല്ലെ? എല്ലാവർക്കും ആണല്ലോ വ്യാഖ്യാനം. പിന്നെയും ഖുർആന് ദളിതപക്ഷ വ്യാഖ്യാനം, ഖുർആന്